ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ ഏറ്റവും മുഴച്ചുനിന്ന അസാന്നിധ്യം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടേതായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ ബറോഡയ്ക്കായി വെടിക്കെട്ട് സെഞ്ചുറി നേടി ഫോമിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഹാർദിക്കിനെ എന്തുകൊണ്ട് ഏകദിന ടീമിലേക്ക് പരിഗണിച്ചില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രഹസ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് BCCI. ബാറ്റിംഗിൽ വിസ്മയം തീർക്കുന്നുണ്ടെങ്കിലും ബൌളിംഗിലെ ചില ആശങ്കകളാണ് ഹാർദിക്കിന് തിരിച്ചടിയായത്. പരിക്കിൽ നിന്ന് മുക്തനായെങ്കിലും ഏകദിനത്തിൽ 10 ഓവറുകൾ തികച്ചെറിയാനുള്ള കായികക്ഷമത ഹാർദിക് വീണ്ടെടുത്തിട്ടില്ലെന്നാണ് BCCI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. T20 ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഹാർദിക്കിനെ വെച്ചൊരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്ന കർശന നിലപാടിലാണ് ടീം മാനേജ്മെന്റ്. ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് ഫോമിനെ കുറിച്ച് ആർക്കും തർക്കമുണ്ടാകില്ല. അടുത്തിടെ നടന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം നടത്തിയ പ്രകടനം അതിന് തെളിവാണ്. വിദർഭയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ തന്റെ കന്നി സെഞ്ചുറിയാണ് ഹാർദിക് കുറിച്ചത്. 92 പന്തിൽ 133 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. 11 സിക്സറുകളും 8 ഫോറുകളും ആ ഇന്നിംഗ്സിന് മാറ്റുകൂട്ടി. ഈ പ്രകടനം കണ്ട ആരും ഹാർദിക് ഏകദിന ടീമിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ സെലക്ടർമാർ നോക്കുന്നത് ബാറ്റിംഗ് മാത്രമല്ല, ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിന്റെ 6ാം ബൌളറുടെ റോൾ കൂടി ഹാർദിക് ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട്. ഹാർദിക് പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തനായിട്ടില്ല. T20യിൽ 4 ഓവർ എറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഏകദിനത്തിൽ 10 ഓവർ എറിയാനുള്ള ഫിറ്റ്നസ് അദ്ദേഹത്തിനായിട്ടില്ല. BCCI പ്രസ്താവനയിൽ അറിയിച്ചു. ലക്ഷ്യം T20 ലോകകപ്പ് മാത്രം. ഹാർദിക്കിനെ ഏകദിനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ദീർഘകാല പദ്ധതിയുണ്ട്. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ആ ടൂർണമെന്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും പ്രധാന ഓൾറൗണ്ടറുമാണ് ഹാർദിക്. ലോകകപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന ഏകദിന പരമ്പരയിൽ കളിച്ച് ഹാർദിക്കിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കാൻ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നില്ല. 50 ഓവർ ഫോർമാറ്റിൽ ഫീൽഡ് ചെയ്യുന്നതും 10 ഓവർ എറിയുന്നതും അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഇപ്പോൾ താങ്ങാൻ കഴിയില്ലെന്നാണ് മെഡിക്കൽ ടീമിന്റെ വിലയിരുത്തൽ. പഴയ പരിക്കുകൾ വീണ്ടും ഭീഷണിയാകുമോ എന്ന ഭയം BCCIക്കുണ്ട്. അതുകൊണ്ടാണ് ആദ്യ പരിഗണന ഹാർദിക്കിനെ T20 ലോകകപ്പിന് പൂർണ്ണ സജ്ജമാക്കുക എന്ന നിലപാട് അവർ സ്വീകരിച്ചത്. 2ാം വരവിലെ പാണ്ഡ്യ പവർ. നീണ്ടകാലം പരിക്കുമൂലം പുറത്തിരുന്ന ഹാർദിക് തന്റെ 2ാം വരവിൽ വിമർശകർക്കുള്ള വായടപ്പിക്കുന്ന പ്രകടനമാണ് നടത്തുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹം തിളങ്ങിയിരുന്നു. അതിനു പിന്നാലെയാണ് വിജയ് ഹസാരെ ട്രോഫിയിലെ ഈ വെടിക്കെട്ട്. വിദർഭയ്ക്കെതിരായ മത്സരത്തിൽ ഹാർദിക് ക്രീസിലെത്തുമ്പോൾ ബറോഡ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് ഹാർദിക്കിന്റെ രുദ്രതാണ്ഡവമാണ്. സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ പ്രഹരിച്ച ഹാർദിക് താൻ പഴയതിനേക്കാൾ അപകടകാരിയാണെന്ന് തെളിയിച്ചു. 68 പന്തിൽ തന്നെ അദ്ദേഹം 3 അക്കം കടന്നു. ഹാർദിക്കിന്റെ ഈ ഫോം T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ടീം ബാലൻസും ഏകദിന ഭാവിയും. ഹാർദിക്കിന്റെ അഭാവം ഏകദിന ടീമിന്റെ ബാലൻസിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. ടോപ്പ് ഓർഡർ ബാറ്റർമാരാരും പന്തെറിയാത്ത ഇന്ത്യൻ ടീമിൽ ഹാർദിക്കിനെ പോലൊരു സ്ലിം ബൌളിംഗ് ഓൾറൗണ്ടറുടെ കുറവ് നികത്താൻ മറ്റാർക്കും കഴിയില്ല. ഷാർദുൽ ഠാക്കൂർ, ശിവൻ ദുബൈ എന്നിവരെ പരീക്ഷിച്ചേക്കാമെങ്കിലും ഹാർദിക്കിന്റെ ഇമ്പാക്ട് അവർക്ക് നൽകാനാവില്ല. എങ്കിലും ഹാർദിക്കിന്റെ ഏകദിന കരിയർ അവസാനിച്ചിട്ടില്ല. T20 ലോകകപ്പിന് ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്ത് അദ്ദേഹം ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ ഹാർദിക്കിന് സുപ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം T20ക്ക് വേണ്ടി മാത്രം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആരാധകരുടെ നിരാശ. ഹാർദിക്കിനെ ഏകദിന ജേഴ്സിയിൽ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് BCCIയുടെ ഈ തീരുമാനം നിരാശയുണ്ടാക്കുന്നതാണ്. സെഞ്ചുറി അടിച്ചിട്ടും കാര്യമില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത്. എന്നാൽ ഹാർദിക് എന്ന മാച്ച് വിന്നറെ ഒരു വലിയ ടൂർണമെന്റിന് വേണ്ടി കാത്തുവെക്കുന്നത് ബുദ്ധിപരമായ നീക്കമാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. T20 ലോകകപ്പിൽ ഹാർദിക് കപ്പുയർത്തുകയാണെങ്കിൽ ഇന്നത്തെ ഈ വിശ്രമം വെറുതെയാവില്ലെന്ന് നമുക്ക് പറയാം. അതുവരെ ഏകദിനത്തിൽ ഹാർദിക് ഇല്ലാത്ത ഇന്ത്യ എങ്ങനെ പൊരുതുന്നു എന്ന് ന്യൂസിലാൻഡ് പരമ്പരയിൽ കണ്ടറിയാം.